എന്നാൽ ഞാൻ പാട്ട് പാടും. പാട്ട് പാടുന്നത് പ്രത്യേകിച്ച് വിശിഷ്യ ഞാൻ കൂടുതൽ പാട്ടുകൾ പാടുന്നത് വിദേശത്താണ്. വിദേശത്ത് വലിയ പൈസ വാങ്ങിച്ചിട്ടാണ് പാട്ട് പാടാറുള്ളത്. അങ്ങനെ എല്ലാ കാര്യത്തിനും വേണ്ടി പാടാറില്ല, വിദ്യാഭ്യാസ പരിപാടിക്കാണ് പാടാറുള്ളത്. അതായത് വിദേശത്തുള്ള ചില രക്ഷകർത്താക്കൾ ഒരുപാട് കാശ് തന്നിട്ട് എന്നെ വിളിക്കും, GS പ്രദീപ് ഒന്ന് വരണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും വീട്ടിലേക്ക് ക്ഷണിക്കും. വീട്ടിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും ചെറിയ കുട്ടികളാണ്, അവർക്ക് സ്കൂളിൽ പോകാൻ പോവില്ല. സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികളുള്ള ഈ രക്ഷകർത്താക്കളെല്ലാം എന്നെ വിളിച്ചു വരുത്തി കാശ് തന്നിട്ട് പറയും ഒരു പാട്ട് പാടണം എന്ന് പറയും. ഞാൻ പാട്ട് പാടി തുടങ്ങുമ്പോൾ തന്നെ പിള്ളേർ പറയും വേണ്ട, ഞങ്ങൾ സ്കൂളിൽ പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനും അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും ഉപയോഗിക്കാൻ കഴിയുന്ന പാട്ടാണ് എൻ്റേത് എന്നുള്ളത് കൊണ്ട് സംഗീതം എന്ന കലയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിവുണ്ടോ? ഉണ്ടോ? ഉറക്കെ ഇല്ല. എന്നാൽ പിന്നെ നൃത്തം, ഡാൻസ് ഇഷ്ടമല്ലേ? ഡാൻസ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പക്ഷെ ഡാൻസിനെ കുറിച്ച് പറയാൻ കഴിയാത്തത്. ഒന്ന്, ഇപ്പോൾ ചെട്ടികുളങ്ങര അമ്പലത്തിലെ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജൊക്കെ കൊള്ളാം, കോൺക്രീറ്റ് ആണെങ്കിലും പൊതുവേ നമ്മുടെ കേരളത്തിലെ 90% സ്റ്റേജുകളും പ്ലൈവുഡുകൾ കൊണ്ട്, അല്ലേ, പ്ലൈവുഡോ ചെറിയ തടിക്കഷ്ണങ്ങൾ കൊണ്ടോ ഒക്കെ നിർമ്മിച്ചതാണ്. 10, 100, 105 കിലോ ശരീരഭാരമുള്ള എന്നെപ്പോലൊരാൾ അത്തരമൊരു സ്റ്റേജിൽ നിന്ന് ഡാൻസിനെ കുറിച്ച് ഡെമോൺസ്ട്രേറ്റീവ് ക്ലാസ് എടുക്കുന്നത് എനിക്കും സ്റ്റേജിന് മുമ്പിലിരിക്കുന്നവർക്കും അപകടകരമാകുമെന്നുള്ളത് ഒന്ന്. രണ്ട്, എല്ലാ കാലത്തും ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റുകാർ 365 ദിവസവും എന്നെ ഇതുപോലെ വിളിച്ചിട്ട് ചായയും കഞ്ഞിയും തരില്ലല്ലോ. ചായയും കഞ്ഞിയും തരണമെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ പോകണം. വീട്ടിൽ ഈ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് അതിൽ ഡോക്ടറേറ്റും എടുത്ത് 150 കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുകയും ഒരു കലാക്ഷേത്രം നടത്തുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ ഭാര്യ. ഞാൻ നൃത്തം ചെയ്യുകയോ നൃത്തത്തിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്താൽ തൊട്ടടുത്ത ദിവസം പരിചയമുള്ള ഏതെങ്കിലും വക്കീലിനെ കൊണ്ട് അവൾ വിവാഹമോചനം നടത്തിപ്പിക്കാനുള്ള ലെറ്റർ കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നൃത്തത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അർഹത എനിക്ക് ഇല്ല. എന്നാൽ പിന്നെ ചിത്രരചനയാകാമെന്ന് കരുതിയാണ് കാറിലിരുന്ന് തന്നെ ഒരു ചിമ്പാൻസിയുടെ പടം വരച്ചു. ചിമ്പാൻസി അറിയില്ലേ നിങ്ങൾക്ക്? ഇല്ല. ഒരു ചിമ്പാൻസിയുടെ പടം വരച്ചിട്ടാണ് വന്ന് അവിടെ ചായയും ഉണ്ണിയപ്പവും തരാൻ വേണ്ടി അവിടെ ഇരുത്തിയിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ ആ പേപ്പർ കണ്ടിട്ട് ഗോപകുമാർ ഈ പേപ്പർ എടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ പുതിയ ഫോട്ടോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി റംബ്രാൻഡിനെയും പോൾ ക്ലിയെയും ക്ലിൻറ്റിനെയും രവിവർമ്മയെയും ഡാലിയെയും ഒക്കെ കുറിച്ച് സംസാരിക്കാനല്ലാതെ ചിത്രരചനയെക്കുറിച്ച് നിങ്ങളോട് ക്ലാസ് എടുക്കാനുമുള്ള അർഹത എനിക്ക്. എന്നാൽ പിന്നെ ഏതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ കലാരൂപത്തെക്കുറിച്ച്, മാനവരാശിയുടെ ചരിത്രത്തെ മാറ്റിക്കുറിച്ച കലാരൂപത്തെക്കുറിച്ച്, പ്രപഞ്ചോൽപത്തി മുതലുണ്ടായ ഏറ്റവും സ്വാധീനശേഷിയുള്ള കലാരൂപത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇത്തിരി കാര്യങ്ങളെങ്കിലും നിങ്ങളോട് പറയാം എന്ന് ഞാൻ കരുതി. അതെനിക്ക് അർഹതയുണ്ടെന്ന് കരുതിയിട്ടൊന്നുമല്ല, എനിക്ക് താല്പര്യ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം. ആ കല മനുഷ്യരാശിയുടെ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച എക്കാലത്തെയും ഏറ്റവും വലിയ കല, നൃത്തത്തെയും സംഗീതത്തെയും നാടകത്തെയും പോലെ ജനമനസ്സുകളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന, പലപ്പോഴും ജനമനസ്സുകളിൽ അത്ഭുതത്തിൻ്റെ ഇന്ദ്രധനുസ്സുകൾ ഒരുക്കാൻ കഴിയുന്ന, പലപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു നെരിപ്പോട് പുകയ്ക്കാൻ കഴിയുന്ന, കണ്ണുനീർ നിറയ്ക്കാൻ കഴിയുന്ന, ആളിക്കത്തുന്ന വിപ്ലവാഗ്നി പടർത്താൻ കഴിയുന്ന ആ കലയുടെ പേര് അറിവ് എന്നാണ്. നോ അതർ ആർട്ട് ഈസ് മോർ പവർഫുൾ ദാൻ ദ ആർട്ട് ഓഫ് നോളജ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അറിവ് എന്ന കലയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നത്. അറിവ് എന്ന കലയെക്കുറിച്ച് വിരസമായി പറഞ്ഞാണ് ആളുകൾ അറിവിനോട് തന്നെ ഒരു താല്പര്യക്കുറവ് മനുഷ്യരിലേക്ക് വരുത്തിയത്, അല്ലേ? അറിവ് എന്നതിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് പരീക്ഷയിൽ A+ കിട്ടാനുള്ള അറിവ്, മറ്റൊന്ന് ജീവിതത്തിൽ A+ കിട്ടാനുള്ള നേരറിവ് അല്ലെങ്കിൽ വിജ്ഞാനം. പരീക്ഷയുടെ A+ നിന്നും ജീവിതത്തിൻ്റെ A+ലേക്കുള്ള സഞ്ചാരത്തിന് നിങ്ങളെ പ്രാപ്തമാക്കുക എന്നതിൽ കൂടുതൽ ഇതുപോലൊരു പ്രസ്ഥാനത്തിന് ഇത്തരമൊരു ക്യാമ്പ് വഴി ഒന്നും ചെയ്യാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരീക്ഷയിലെ A+ വേണ്ടി മിടുക്കരായി പഠിക്കുന്ന ഈ കുട്ടികളെ ജീവിതത്തിലെ A+ നേടുന്നവരാക്കി മാറ്റുവാനാണ് ശ്രേയസ് പോലുള്ള ക്യാമ്പുകൾ ഉപകരിക്കേണ്ടത്. പരീക്ഷയിലെ A+ഉം ജീവിതത്തിലെ A+ഉം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് പറഞ്ഞു തരിക? അറിവും വിജ്ഞാനവും തമ്മിൽ, ഇൻഫർമേഷനും വിസ്ഡവും തമ്മിലുള്ള വിജ്ഞാനം നിങ്ങൾ തിരിച്ചറിയുന്നിടത്ത് നിങ്ങളിൽ ഉദിക്കുന്നു സൂര്യന്മാർ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു ഉദാഹരണം, ഗാന്ധിജി എവിടെയാണ് ജനിച്ചത്? ഉറക്കെ, ഇത്രയേ ഉള്ളൂ ശബ്ദം. പോർബന്ദർ. അതെവിടെയാ പോർബന്ദർ? എന്നാ ജനിച്ചതെന്നാരാ പറയുക?
1869 ഒക്ടോബർ 2. ഇത് അറിവാണ്. പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ചോദ്യമാണ്. എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു, ഗാന്ധിജി എന്ന് ചോദിച്ചാൽ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ എന്ന് എഴുതിയാലേ 1 മാർക്ക് കിട്ടൂ. PSC ടെസ്റ്റിന് ആ ചോദ്യം ചോദിച്ചാലും ഇത് എഴുതിയാലേ 1 മാർക്ക് കിട്ടൂ. എന്നെപ്പോലുള്ള ഭൂലോക മണ്ടന്മാർ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങൾ നടത്തിപ്പോരാറുള്ള ക്വിസ് മത്സരങ്ങളിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചാലും ഇങ്ങനെ ഉത്തരം പറഞ്ഞാലേ 10 പോയിന്റ് തരാൻ എനിക്കും നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് A+ കിട്ടുവാൻ പരീക്ഷയ്ക്ക് ഈ അറിവ് നിങ്ങൾക്ക് വേണം തീർച്ച. നാളെയും പരീക്ഷയ്ക്ക് ഇത് തന്നെ എഴുതണം, ചോദ്യങ്ങൾക്ക് ഇത് തന്നെ പറയണം, ക്വിസിന് ഇത് തന്നെ പറയണം, ടെസ്റ്റിനും ഇത് തന്നെ എഴുതണം. അതിന് സംശയമൊന്നുമില്ല. പിന്നെന്താണ് വിജ്ഞാനം? അറിവിതാണെങ്കിൽ, അപ്പോൾ ഇൻഫർമേഷൻ ഇതാണെങ്കിൽ വിസ്ഡം എന്ത് എന്ന് ചോദിച്ചാൽ അത് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ല, അത് ടെസ്റ്റിന് പറയാനുള്ളതല്ല, ക്വിസിന് പറയാനുള്ളതല്ല. അത് നിങ്ങളെ അറിയിക്കുക എന്നതാണ് ശ്രേയസ് പോലുള്ളവയുടെ ദൗത്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പരീക്ഷയ്ക്ക് പോർബന്തർ എന്നും ഒക്ടോബർ 2 എന്നും 869 എന്നും എഴുതുന്ന അതേ മനുഷ്യൻ സ്വന്തം ഹൃദയത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിവ് നമ്മൾ നിറയ്ക്കുന്നത് ബുദ്ധിയിലാണ്, തലച്ചോറിലാണ്, അല്ലേ? ബുദ്ധിയിൽ, ആ തലച്ചോറിൽ നമ്മൾ 869 ഒക്ടോബർ 2 പോർബന്തർ എന്ന് 1000 വട്ടം പറഞ്ഞ് പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടേയിരിക്കുമ്പോൾ തന്നെയും സ്വന്തം മനസ്സിൽ, സ്വന്തം ഹൃദയത്തിൽ മറ്റുള്ളവരെ നോക്കിക്കാണുന്ന മനോഭാവത്തിലൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് എഴുതും, പക്ഷേ നമുക്കറിയാം, നമ്മുടെ മനസ്സിലറിയാം, ഗാന്ധിജി ജനിച്ചത് പോർബന്തറിൽ അല്ല, ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2 1869 അല്ല. ഗാന്ധിജി ജനിച്ചത് ഇതിനേക്കാൾ ശക്തമായി മഴ പെയ്ത ഒരു വർഷകാല രാത്രിയിലാണ്. ഇതിനേക്കാൾ ശക്തമായി മഴ പെയ്ത ഇടിയും മിന്നലും ആകാശത്തിങ്ങനെ നിറഞ്ഞു നിന്ന ഒരു ജൂൺ മാസം 8-ാം തീയതി സന്ധ്യ പിന്നിട്ട നേരത്താണ് ഗാന്ധിജി ജനിച്ചത്. അത് 1893 1869 ഒക്ടോബർ 2 പോർബന്തർ എന്ന് പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും സ്വന്തം മനസ്സിൽ നിറച്ചു വയ്ക്കണം. മറ്റുള്ളവരെ കാണാനുള്ള കാഴ്ചപ്പാട്, സമൂഹത്തിനെ കാണാനുള്ള കാഴ്ചപ്പാട് ഒരുക്കുമ്പോൾ മനസ്സിലറിയണം, ഗാന്ധിജി ജനിച്ചത് 1893 ജൂൺ 8-ാം തീയതിയിലുള്ള രാത്രിയിലാണെന്ന്. അത് പോർബന്തറിലല്ല, ഗുജറാത്തിലല്ല, ഇന്ത്യയിലുമായിരുന്നില്ല, മറിച്ച് 1893 ആണ്ട് ജൂൺ 8 വർഷകാല രാത്രിയിൽ തൻ്റെ 24-ാമത്തെ വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർമാരിറ്റ്സ്ബർഗ് എന്നുപേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയത് കൊണ്ട് കറുത്ത വർഗക്കാരനെ വെള്ളക്കാരൻ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിവേചിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകണം സ്വജീവിതം എന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാകണം. ഈ നിമിഷമുണ്ടല്ലോ, 1869 നിന്നും 1893 ഈ ദൂരത്തെ നമ്മൾ ഒന്ന് ബുദ്ധിയിലും ഒന്ന് ഹൃദയത്തിലും അടയാളപ്പെടുത്തുന്നു. ഒന്ന് പരീക്ഷയിലെ A+ അടയാളപ്പെടുത്തുന്നു, മറ്റൊന്ന് ജീവിതത്തിലെ A+ അടയാളപ്പെടുത്തുന്നു. ജീവിതത്തിലെ A+ അടയാളപ്പെടുത്തുന്ന അത്തരം അറിവുകൾ ജീവിതത്തിൽ സമാഹരിക്കുവാൻ, അത്തരം കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് ഒരുക്കുവാൻ കഴിയാനാണ് ശ്രേയസ് തയ്യാറാകേണ്ടത്. അതിന്